അയ്യപ്പാ, വേദന ഓരോ ദിവസം കഴിയുന്തോറും കൂടി കൂടി വരുവാ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെക്കോട്ടിരിക്കുമല്ലോ തല. എൻ്റെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ മോളെ? ഈ അമ്പലത്തിൽ പോക്കും കഷായവും ഒന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മാറി നോക്കി എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കണം, എന്നാലേ കാര്യമുള്ളൂ. എന്ന് ശരി, അതൊന്നും അല്ല. നല്ല ആശുപത്രി കാണിക്കാതെ എങ്ങനെ മാറാനാ? അജുതെ കാണിക്കാനോ? അജുതെ കാണിച്ചില്ലയോ? ഇല്ല, ശശി ഡോക്ടറാ. ശശി ഡോക്ടറിന്റെ ക്ലിനിക്കിൽ പിന്നെ കാണിച്ചില്ലായിരുന്നോ? അതെന്തുവായിരുന്നു? അതല്ല, കുറച്ചുകൂടെ നല്ല ഡോക്ടർ. MRI ഒക്കെ എടുക്കണ്ടേ? വല്ല അറിയാൻ പറ്റൂ? MRI എടുക്കണം. MRI എടുക്കണമായിരുന്നു. അതിനെ ചുമ്മാ പുളിങ്കുരു എണ്ണി കൊടുത്താൽ പോരാ, അത് ഇട്ട് കൊടുക്കണം. 10-22 ലക്ഷം രൂപയാടി നിന്റെ കെട്ടിയും കൊണ്ട് തൊലച്ചത്. ബിസിനസ് ഒന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ച് ടോ എന്ന് പറഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞത്. അതറിയാമോ നിനക്ക്? അമ്മ, ചേട്ടനെ അങ്ങനൊന്നും പറയല്ലേ. ചേട്ടൻ കുന്നുവാവേ ഇല്ലയോ? ചേട്ടനെ മടിയിലിരുത്ത് ഞാൻ താരാട്ട് പാടി നെറ്റിയിൽ ഉമ്മയും കൊടുത്തൊരു പൊട്ടും തൊടിയിപ്പിക്കാം. എടി അവന് ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? പ്രേമിച്ച് കെട്ടിയേക്കുന്നിട്ട് അറ്റ്ലീസ്റ്റ് പ്രേമിച്ച് കെട്ടുമ്പോൾ ഒരു ജോലി ഉള്ളതിനെങ്കിലും കെട്ടിക്കൂടായിരുന്നോടി? എനിക്ക് വയ്യ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പെൻഷനും എൻ്റെ പെൻഷനും കൂടെ കൂട്ടിയിടക്കി KSFയിൽ ചിട്ടിയും തുടങ്ങി ആ പൈസ കൊണ്ട് ഫിക്സഡ് എടുത്തിട്ടാണ് 22 ലക്ഷം രൂപ ഉണ്ടാക്കി. അതിൻ്റെ ദണ്ണം ഉണ്ടാക്കിയവനെ അറിയത്തുള്ളൂ. മനസ്സിലായോ? അമ്മ, ചേട്ടൻ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാന്ന് ഓർത്തല്ലേ അമ്മ. ഇങ്ങനെ ആവുമെന്നൊന്നും വിചാരിച്ചില്ലല്ലോ. അവൻ്റെ രക്ഷ എന്താണെന്നറിയാമോ? അവൻ്റെ ബിസിനസ് എന്താണെന്നറിയാമോ? ഞാൻ താമസിക്കുന്ന ആ വീടും പുരയിടവും വിറ്റ് എൻ്റെ ശവവും ആ മണ്ണി മൂടി അതിൻ്റെ മണ്ടയ്ക്ക് അവന് കൂടാരം പണിയണം. അതാണ് അവൻ്റെ രക്ഷ. മനസ്സിലായോ? അതിന് മിക്കവാറും എൻ്റെ മോളും കൂട്ട് നിൽക്കും. എൻ്റെ പൊന്നു വെച്ച് എൻ്റെ കാലം കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു വഹയ്ക്ക് ഉണ്ടാ നിനക്കും അതിൻ്റെ കെട്ടിയവനും കാണത്തില്ല. ഒന്നിക്ക് അവനോട് അവൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറയണം കേട്ടല്ലോ. പറഞ്ഞേക്കാം. ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ നോക്കിയോ, മലന്നിങ്ങനെ കിടക്കുമായിരിക്കും. മേളോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുമായിരിക്കും. ഒന്നും പറയുന്നില്ല. ഞാൻ നോക്കിക്കോ, ഞാനൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ 22 ലക്ഷം രൂപ അവനെ കൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പിടിക്കും കേട്ടോ. അതിനുള്ള വഴി ദൈവം. ഞാൻ അതിനാ പോകുന്നത്. ഞാൻ നിന്റെ കാര്യം പോലെ ഞാൻ പറയുന്നില്ല. അവനെ കൊണ്ട് ഞാൻ തിരിച്ചു പിടിപ്പിക്കും. ഞാൻ എന്താ നോട്ടേറി കേൾക്കും. അയ്യോ എൻ്റെ അമ്മോ, അയ്യപ്പാ, കയ്യും പോയി കാലും പോയി. ഞാൻ പറഞ്ഞത് എന്തുവായി? അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക്. കണ്ടോ മതയാന ഇരിക്കുന്നത് 2 സൈഡിലോട്ടും വെച്ച്. മതയാന റോഡിൽ കൂടെ പോകുന്നവരെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അങ്ങനൊന്നും പറയല്ലേ ചെല്ലട്ടെ. ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം എൻ്റെ മരുമോൻ. ഇപ്പൊ വന്നതേ ഉള്ളൂ. കണ്ടില്ലായിരുന്നോ? എന്താ കാണുമോ മോനെ? വലുതായിട്ട് എന്തോ കാണുന്നേ? ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ കണക്കൊക്കെ കൂട്ടിയിട്ട് വെറുതെ ഇരിക്കുമല്ലയോ? അപ്പൊ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാലോ അല്ലേ? സുഖമല്ലേ? പിന്നെ അംശിയൊരു 3 ലക്ഷം രൂപ മറിക്കാൻ കാണുമോ? അയ്യോ, ഇപ്പോൾ ഉള്ള പൈസ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി മറിച്ചിട്ട് വന്നതേ ഉള്ളൂ. 3 ലക്ഷം രൂപയോ? 3 രൂപ അതേ ഉള്ളായിരുന്നു ഉള്ളിപ്പറക്കിയതേ. ഈ 2 വർഷം മുന്നേ ഒരു 22 ലക്ഷം രൂപ മറിച്ചായിരുന്നു. മറിച്ചത് ഇതുവരെ കിട്ടിയില്ല. തിരിഞ്ഞു മറിഞ്ഞ് വന്നില്ല അത് ഇതുവരെ. അയ്യോ, ഒന്ന് എണ്ണിക്കോ. അമ്മയ്ക്ക് ഭയങ്കര ദാഹം, തൊണ്ട വരണ്ടിട്ട് വയ്യ. മക്കൾ, അമ്മയ്ക്ക് ഒരു സ്വല്പം വെള്ളം എടുത്തോണ്ട് വരാമോ? ഈ ചമ്പൊക്കെ ഒന്ന് അനങ്ങട്ടെ. വേണ്ട. ഉപ്പ പഞ്ചാര ഉപ്പായിക്കോട്ടെ. അംശിക്കപ്പം ഉപ്പിട്ട് കണ്ടോ, അവനെന്നെ ആക്കിയിട്ട് പോയതാ. കണ്ടോ? നീ ആക്കിയതല്ല അമ്മ, ചേട്ടൻ വെള്ളം എടുക്കാന്ന് പറഞ്ഞില്ലേ. പിന്നെ അമ്മയ്ക്ക് പ്രഷർ അല്ലേ, അപ്പൊ ഉപ്പിട്ട വെള്ളം. എടി പൊട്ടിക്കാളി, അവനെന്നെ കളിയാക്കിയതാ. മനസ്സിലായില്ലയോ? വെള്ളത്തിനകത്ത് ആരടി ഉപ്പിട്ട് കുടിക്കുന്നത്? ഇപ്പൊ കണ്ടോണേ, ഇപ്പൊ അങ്ങോട്ട് നോക്കിയാൽ അറിയാം. കട്ടിലേൽ ഇങ്ങനെ മലന്ന് കിടക്കുമായിരിക്കും. ഇങ്ങനെ എന്നെ കൊണ്ട് കൂടുതൽ പറയും. ഇന്ന് 2-1 തീരുമാനിച്ചോണം. ഇവനോട് നീ സംസാരിച്ചോണം. ഞാൻ സംസാരിച്ചാൽ വലിയ വിഷയം ഉണ്ടാവും. ഒന്നെങ്കിൽ അവൻ അവൻ്റെ വീട്ടിൽ പോയി നിൽക്കണം, അല്ലെങ്കിൽ അവൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ ജോലി വേണം. എനിക്ക് പറ്റത്തില്ല ഇനി ഇങ്ങനെ. അമ്മ, എനിക്ക് ചേട്ടനോട് അങ്ങനൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഒന്നുമില്ലല്ലോ, എന്നെ കല്യാണം കഴിച്ചല്ലേ. എന്താ പറ്റാത്ത? നിന്റെ വായിക്കകത്ത് എന്തോ കുരുണ്ടോ? എടി, മുഖത്ത് നോക്കി നേർക്ക് നേരെ നിന്ന് സംസാരിക്കണം. സംസാരിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അവൻ്റെ ഈ മടി കാരണം എത്ര നാൾ ജീവിക്കുമെന്നാവും. എന്തോ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം.
മോളിങ്ങോട്ട് നിന്നേ. അയ്യോ ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി കേട്ടോ. എടാ നാറി, എടാ നിനക്ക് നാണം ഉണ്ടോടാ ഈ വീട്ടിൽ വന്ന് ചുമ്മാ ഉണ്ടു ഉറങ്ങിയും കിടക്കാൻ? നീ എൻ്റെ അമ്മയുടെ, അതായത് എൻ്റെ അമ്മയുടെ 22 ലക്ഷം രൂപ കൊണ്ട് നടന്ന് തൊലച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പോ ഒരു വിഷമോ ഉണ്ടോടാ? അതുകൊണ്ട് ഞാൻ പറയുമോ, ഒന്നെങ്കിൽ നീ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോകണം. ഇനി എന്തെങ്കിലും കാരണത്തിൽ നിനക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ചാണകം തെളിച്ച ചൂല് വെച്ച് അടിച്ച് ഞാൻ ഇറക്കും. കേട്ടോടാ നാണം കെട്ടവനെ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. എന്തോ എന്റെ മുഖത്തൊക്കെ പറഞ്ഞത്? തള്ളയുടെ വാക്കും കേട്ടോണ്ട് പൊന്നുമോളെ ഇങ്ങനെ സംസാരിച്ചോണ്ടല്ലോ അടിച്ചതിന്റെ കൊള്ളല്ലോ നീ. ശരിയായി. എന്ത് അമ്മേ അമ്മേ എന്തുവാ അമ്മ ഈ ചേട്ടനെ അടിച്ചു. താൻ തോന്നി എന്റെ കയ്യിൽ നിന്ന് 22 ലക്ഷം രൂപ വാങ്ങിച്ചതും പോരെ, ഇവിടെ നിൽക്കുന്നതും പോരെ എന്റെ കൊച്ചിനെ കൈവെക്കുന്നത്. നിന്നെ ഞാൻ ശരിയാക്കും കേട്ടോ. അയ്യോ അല്ലമ്മേ, ചേട്ടൻ ഇങ്ങനെ തൊട്ടപ്പോ എന്റെ കഴുത്ത് ശരിയായി. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്ത് പിടിക്കുമ്പോ കഴിച്ചിട്ട് വൈദ്യനോ? ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ നമ്മള് രക്ഷപ്പെടുവന്ന്. അമ്മയുടെ കൈയും കൂടെ ഒന്ന് കൊടുക്ക്, ചേട്ടാ ശരിയാക്കൂ. പിന്നെ എന്റെ കൈ ശരിയാക്കാൻ എന്തോ വർക്ക്ഷോപ്പ് നടത്തുന്നു? ചേട്ടാ ഒന്ന് അമ്മയുടെ കൈ ശരിയാക്കി കൊടുക്ക ചേട്ടാ. അമ്മ ഒന്ന് കൊടുക്ക് ശരിയാക്കി. ഒന്നും ചെയ്യരുത്. ശരിയായോ? നീ പറഞ്ഞ ശരിയാ? നീ എന്തുവാടാ ഈ കാണിച്ചേക്കുന്നത്? അവിടെ ശരിയായി, എന്റെ ശരിയായി. കൊള്ളാലോ. ആ ചേട്ടൻ കൊള്ളാം. ഇവരെ കൊണ്ട് ആദ്യമായിട്ട് വീട്ടിനൊരു ഉപകാരം ഉണ്ടായി. കൊള്ളാവടാ. എന്തായാലും തിന്നു കുടിച്ചുറങ്ങുന്നതിന് ഫലം ഉണ്ടായി കേട്ടോ. കൊള്ളാം മോളെ. വിശ്വാസമായില്ലേ അമ്മയ്ക്ക്? എനിക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇല്ല. കുഴപ്പമൊന്നുമില്ലേ? അയ്യോ ഭഗവാനെ കാത്തു നീ. കൊള്ളാം നന്നായിട്ടുണ്ട്. ചേട്ടാ താങ്ക് യു. കൈ ശരി കഴുത്ത് കൈ അനങ്ങാതിരുന്നേ. കൈ അനങ്ങിയപ്പോ എന്തൊരു സുഖം. ശരിക്കും മാറിയല്ലേ? ശരിക്കും നീ എന്തോ താഴോട്ട് നോക്കി കയ്യിലോട്ട് നോക്കി നടക്കുന്നേ? ഇവിടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അനക്ക്. ചെറുക്കൻ മിടുക്കനാ കേട്ടോ. കുണമില്ലാത്തവനാണെങ്കിലും മിടുക്കനാ. സാവിത്രിച്ചിയെ, ഓ മോളുടെ പെടലിയുടെ പ്രശ്നമൊക്കെ മാറിയോ? അയ്യോ എല്ലാം മാറി. മരുമോനൊന്നും തൊട്ടതേ ഉള്ളൂ, അപ്പോഴേ മാറി. മിടുക്കനാവൻ. കോളടിച്ചല്ലോ. കോളടിച്ച്. സാവിത്രി അമ്മോ. ഓ സാവിത്രി അമ്മയുടെ കൈയൊക്കെ ശരിയായോ? അയ്യോ ശരിയായി. മരുമോൻ ഒന്ന് പിടിച്ച് വലിച്ചതേ ഉള്ളൂ, അപ്പോഴേ ശരി. അവന്റെ കയ്യിൽ എന്തോ മാജിക് ഉണ്ട്. മിടുക്കനാ. നമ്മുടെയൊക്കെ ശരിയാക്കി തരണേ. ആ ശരിയാക്കി തരാം. പൈസ വേണ്ടി വരും. പിന്നെ ഇതിനങ്ങളെയൊക്കെ ശരിയാക്കി കൊടുത്ത് വീട്ടിലോട്ട് വിളിച്ചെടുത്ത് ഇതിനൊക്കെ ഞാൻ വിളിച്ചോളാം. മോളെ എന്താ അമ്മേ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുന്ന പരിപാടി എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തരാനുള്ള 22 ലക്ഷം രൂപ വസൂലാക്കാൻ ദൈവമായിട്ട് കൊണ്ടുതന്നൊരു വഴിയാ. അത് ഞാൻ മുതലാക്കും. നീ വന്നോ? ഇനി നടക്കാൻ പോകുന്നതാണ് ശരിയായ കഥ. എന്തിനാടി ഈ മറയൊക്കെ? ഇനി നമ്മൾ നേരെ നോക്കി നടക്കും, കുറെ സമ്പാദിക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അരങ്ങായി. നല്ല രസമുണ്ട് മോനെ കാണാൻ. ഇതെന്തു അമ്മ ഇത്? എടാ
ഞാൻ ഇത്രയും നേരം നിന്നോട് പറഞ്ഞത് നീ ചെവി കൊണ്ടല്ലയോ കേട്ടത്? നിന്റെ ചെവി വേറെ വല്ലയിടത്തും ആണോ ഇരിക്കുന്നത്? എടാ മോനെ, നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു. എന്ത് ബിസിനസ്? എടാ, നീ ഇത്രയും നാളും ഇവിടുന്ന് ചെലവാക്കിയതും തിന്നു മുടിച്ചതും എല്ലാം നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുന്നു. അത് നിന്നെ കൊണ്ട് തന്നെ. എന്നെ കൊണ്ട് വിൽക്കാൻ പോവാന്നോ? മോനെ, നീ ഇവളുടെ രോഗം ശരിയാക്കിയില്ലയോ? എൻ്റെ രോഗം ശരിയാക്കിയില്ലയോ? അതുപോലെ നാട്ടുകാരുടെയും കൂടെ രോഗം അങ്ങ് ശരിയാക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് മോന് ഇവളെ തൊട്ടതുപോലെ നാട്ടുകാരെ തൊടുന്നു, എന്നെ വലിച്ചതുപോലെ നാട്ടുകാരെ വലിക്കുന്നു. നീ പഠിപ്പിക്കാൻ എടുക്കനാ, അത് മോന് തന്നെ അറിയാവല്ലോ. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അമ്മ, വേറൊരു സ്ത്രീയുടെ ദേഹത്തെ ഞാൻ തൊടത്തില്ലേ? വേണ്ട, മോൻ വേറൊരു സ്ത്രീയുടെ ദേഹത്ത് തൊടണ്ട. മോൾ ആ സ്ത്രീകളെല്ലാം ഇവളാന്ന് സങ്കല്പിച്ച് അങ്ങ് തൊട്ടാ മതി. ആൾക്കാരൊക്കെ ഇവിടെ വരുമോ? ഇത് ചുമ്മാ ആവശ്യമില്ലാത്ത പണി, എനിക്ക് അറിഞ്ഞുകൂടെ തന്നു. ഇടാ മോന് പറ്റും. ഒരു കാര്യം ചെയ്, നിനക്ക് ഞൊട്ടയിടാ അറിയാമോ? അതറിയാം. ഇതുപോലെ മോന് നാട്ടുകാരെ മൊത്തം ഞൊട്ടയിട്ടാ മതി. ഈ വിരലിൽ ഇങ്ങനെ ഞൊട്ടയിടാനല്ല, ഈ നെഞ്ചില്, വാരിയലില്, ലിവറില്, കരളില് എന്ന് വേണ്ട എവിടൊക്കെ ജോയിൻസ് ഉണ്ടോ അവിടെ എല്ലാം കയറി ഇങ്ങനെ ഞൊട്ടയിടും. അമ്മ അതെല്ലാം വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അത് റീച്ച് കിട്ടി നാളെ ഇതാ ഈ വീട്ടുമുറ്റത്ത് ആൾക്കാരായിരിക്കും. എടുത്തു ചെന്ന് നിന്ന് കൊടുക്കടി. ഞാൻ പറയുന്നത് പോലെ ചെയ്യണം കേട്ടോ. കൊച്ചേ, നീ കഴുത്തിൻ്റെ പുറകെ ഇതുപോലെ കൈ വെച്ചേ. വെക്ക്. നീ ആ കയ്യെ പിടിച്ച് മേലോട്ട് പൊക്ക്. പൊക്ക്. എന്ത് വേടാ, നിന്റെ വാരി തന്നെ ഇല്ലയോ? പൊക്ക്. അത് തന്നെ. ഇനി ആ കാലെ പിടിച്ചേ. കാല ഇങ്ങോട്ട്, ഇത് കൈ ഇവിടെ വെച്ചിട്ട് ആ കാലിലൊന്ന് പിടിച്ചേ. ഒന്ന് പിടിച്ചേ. കാല പിടിച്ച. വലിച്ചേ 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 വലിച്ചേ. എൻ്റെ ഇനി ഒന്ന് തള്ളിക്കേ. കുഴപ്പമൊന്നുമില്ലേ? ഇനി നീ ഒരു കാര്യം ചെയ്, അരയെ കൂടെ ഒന്ന് പിടിച്ചേ. പിടിച്ചേ, ഇങ്ങോട്ട് പൊക്കെ പൊക്കെ. കേട്ടല്ലോ? കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. പിന്നെ ആ പെടലി ഒന്ന് പിടിച്ചേ. പെടലി കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ശരി, മതി 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 മതി. എഫക്റ്റ് സൗണ്ടും എല്ലാം ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. നോക്കിക്കേ. ഞാനേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നീ നോക്കിക്കോ, 24 മണിക്കൂറിനുള്ളിൽ ഈ വീഡിയോ മില്യൺസ് അടിക്കും. അമ്മ അതൊരു ഓവർ ആക്ടിങ് ആയിരുന്നു നീ. എന്നിട്ട് ഇവിടെ നാളെ തൊട്ട് നാട്ടുകാരിവിടെ നിരങ്ങും. നീ കണ്ടോണേ. ദൈവമേ, ഇവനായിട്ടുണ്ടാക്കി വെച്ചതല്ലേ, ഇവനായിട്ട് തന്നെ തിരിച്ചെടുത്തിരുന്നെങ്കിൽ. ഈശ്വരാ. എന്തുവാ ഇത്? എന്തൊരു ബഹളമാ ഇത്? അടുത്തൊക്കെ ആൾക്കാരുണ്ട്. നിങ്ങളിങ്ങനെ ബഹളം വെക്കല്ലേ? ബഹളം വെക്കല്ലേ നിങ്ങള്? അകത്തെ മർമാണി ചികിത്സിച്ചുകൊണ്ടിരിക്കുക. മർമാണിക്ക് കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ മിണ്ടാതിരിക്കണം. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പിടിച്ചാക്കിയ ചെറുക്ക ഉളുക്കി പറഞ്ഞ് അങ്ങ് പോകും. അകത്തൊരു പയ്യൻ ഇരിക്കുന്നുണ്ട്, കാലനക്കാൻ വയ്യാത്തത്. അതുകൊണ്ടേ ആരാ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് ഇതാ ഇതിനകത്തോട്ട് എഴുതിക്കോ, ഞാൻ അതനുസരിച്ച് വിളിക്കാം കേട്ടോ. ഇല്ലല്ലേ? കോൺസെൻട്രേഷൻ കളയല്ലേ? എന്റെ കോൺസെൻട്രേഷൻ പോവും. എന്തുവാ ഇത്? വെള്ളമൊക്കല്ലേ കേട്ടോ? നീ ഇവിടെ എന്തോ ജപിച്ചോണ്ടിരിക്കുക? അവിടെ ജനപ്രവാഹമാ, ജനപ്രവാഹം. അറിയോ? എടാ, നിന്റെ ചികിത്സയ്ക്ക് ഒരു നോക്ക് കാണാൻ വേണ്ടി ആൾക്കാർ വന്ന് നിൽക്കുവാന്ന്. എടാ, നീ ഇവിടെ ഉണ്ടായിരുന്നു, വന്ന് ചികിത്സിച്ചേ. മോടെ അസുഖം എന്തുവാ? പെടലിക്ക്. പെടലി പെടലി അവന്റെ ആസ്ഥാനം പെടലിയാ. പെടലി. ബാബാ ബാബാ, ഇപ്പൊ ശരിയാക്കി, ഇപ്പൊ ശരിയാക്കും. മോള് ഒരു കാരണവശാലും ഇങ്ങോട്ട് നോക്കരുത്. കാരണം ഞാൻ ഇമ്മേ കളിയാ ഇവിടെ, കേട്ടല്ലോ? ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പെടലി ഒടിഞ്ഞ് താഴെ കിടക്കും. നോക്കല്ലേ? എടാ, ഒരു കാര്യം ചെയ്. നീ മോനെ നിന്റെ ജ്ഞാനശക്തിയൊക്കെ ഒന്ന് എടുത്തിട്ട് നീ അങ്ങോട്ടൊന്ന് തിരിച്ചോ. ആദ്യം തിരിച്ചോ. എന്തുവാടാ ഇത്? എന്തോ ഇതിൻ്റെ എല്ലാം ഒടിഞ്ഞു കിടക്കുമെന്നോ. അടിപൊളി ശബ്ദം. അങ്ങോട്ട് തിരിച്ചോ. ഇനി വലത്തോട്ട് അങ്ങോട്ട് തിരിച്ചോ.
ഓ അടിപൊളി ശബ്ദം, അടിപൊളി ശബ്ദം. ഇനി കൈ ഒന്ന് പൊക്കിക്കോ. കൈ ആ കൈ നിന്റെ കൈയാണ്, നിന്റെ കാണാനടാ. കൈ വെക്ക്. ആ. ഉയ്യോ എന്തോ മോളെ ഒടിഞ്ഞോ നിന്റെ? ഇല്ല. ഈ കൈ പൊക്കിക്കേ. അയ്യോ തീർന്നടി മോളെ, തീർന്ന്. ഇപ്പൊ ഒരു സുഖം തോന്നുന്നുണ്ടോ? സുഖം തോന്നുന്നുണ്ട്. ഈ ഞാൻ ഇതിന്റെ വാരിയലിനൊരു പ്രശ്നമുണ്ട്. വാരിയലിന് അതൊന്ന് നോക്കിക്കേ. ഒന്ന് നോക്ക്. സൗണ്ട് ഒന്നുമില്ലല്ലോ. മോളെ അത് ശബ്ദം കേൾക്കത്തില്ല, കാരണം ആ പോയത് കീഴ്ശ്വാസമാ. അത് മോളിൽ നിന്ന് പോകുന്ന വഴിക്ക് അത് വഴി അങ്ങ് പൊക്കോളൂ. ഓക്കെ. ആ ഒന്നുകൂടെ ചെയ്തേ. ആ ഒടിഞ്ഞടി മോളെ, ഒടിഞ്ഞ്. ആ ഇപ്പൊ ഒരു ആശ്വാസം തോന്നുന്നുണ്ടോ? ശബ്ദം കേട്ടപ്പോ 200 രൂപ. ആ ശരി, 200 പൈസ ആർക്ക് കൊടുത്ത്? അവിടെ കൊടുത്താൽ മതി. ശരി. ഓക്കെ ശരി മോളെ. വേണ്ടേ എന്തോടെ നടന്നേ? എന്ത് നടന്നു നിനക്ക് മനസ്സിലായില്ലയോ? നീ എന്തിനാ ആവശ്യമില്ലാത്ത പിടിച്ച് ചെക്കാൻ പോയത്? ഞാൻ പറഞ്ഞിട്ട് നീ ഞെക്കാൻ മതി. ഞാൻ അവളെ നോക്കുമല്ലായിരുന്നു, അവൾ അവിടെ നിൽക്കുമായിരുന്നു. ആ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. അടുത്ത ആളെ വിളി. കുപ്പി കൊണ്ട് കുറച്ച് പ്രയോഗങ്ങളുണ്ട്. വിളിയടാ. അടുത്ത ആള് വാ. എന്തുവായിരുന്നു? നടുവേദനയാ. അയ്യോ എത്ര നാളായി തുടങ്ങിയിട്ട്? 2 ദിവസമായി. 2 ദിവസമായി. ആശുപത്രി വല്ലതും പോയായിരുന്നോ? ആശുപത്രി ഒന്നും പോയില്ല. പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല. തെക്കോട്ട് എടുക്കത്തേ ഉള്ളൂ. നാളെ എന്റെ കല്യാണമോ? കല്യാണം വിളിക്കാൻ വന്നതാ? ആർക്കും വരാൻ സമയമില്ല. കണ്ടില്ലേ എന്തോരം രോഗികളാ ഉള്ളത്. കല്യാണക്കുറി വെച്ചിട്ട് പോക്കും. അതല്ല, നാളെ കല്യാണമോ? അവിടെ പോയി എനിക്ക് മണ്ഡപത്തിൽ ഇരിക്കണം, ചമ്പ്രം പൂട്ടി. അത് പറ്റുന്നില്ല. ചമ്പ്രം പൂട്ടിയിരിക്കണം. നിന്ന് കെട്ടിക്കൂടെ? ഞങ്ങൾ ഹിന്ദുക്കളാണ്, പറ്റത്തില്ല. ഓ ഇരുന്ന് കെട്ടാനേ പറ്റൂ. അതപ്പോ വിഷയമാവും കേട്ടോ. ഓ ഇപ്പൊ എന്താ വേണോന്ന് ഒന്ന് ശരിയാക്കി തരണം. നടുവ് ഇതൊന്ന് പിടിച്ചിട്ടാ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഞൊട്ട ഏൽപ്പിച്ചാ മതി. വൈദ്യനെ വിളിക്കട്ടെ? വിളിച്ചോ. വൈദ്യരേ, മർമാണിയേ. ഓ അങ്ങൊന്നും ഇങ്ങോട്ട് വന്നാട്ടെ. അതെ ഇയാൾക്ക് നടുവിനിശി വേദന. അപ്പോ ചമ്പ്രം പൂട്ടി ഇരിക്കാൻ പറ്റണില്ലാന്ന്. ഇശി വേദന. ആ ഇന്ത്യൻ ക്ലോസറ്റും പറ്റുന്നില്ല. ഇന്ത്യൻ ക്ലോസറ്റിൽ പറ്റുന്നില്ല. ആണോ? പറമ്പിലോ? പറമ്പിൽ നോക്കാം. അപ്പോൾ ഒന്ന് ശരിയാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചേ. അത് അവിടെ തൈലം തേച്ച് ഞൊട്ട വിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഇതിന് പറ്റും. അപ്പം പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീഞരമ്പുകളുടെ സന്തുലിതാവസ്ഥയെല്ലാം വിട്ടുപിടഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ 2 നാഡീഞരമ്പുകൾ കൂട്ടിപ്പിടിച്ചിട്ട് കെട്ടിപിടിക്കണം. അപ്പം കെട്ടിപിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 ഞൊട്ടയൊക്കെ കേൾക്കും. അപ്പോഴത്തേക്ക് അത് കുഴപ്പമില്ലല്ലോ. ശബ്ദം കല്യാണം കഴിക്കാൻ പറ്റും. പറ്റും. അയ്യോ എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം. അപ്പോൾ മർമ്മാണമാണ് പ്രയോഗിക്കാൻ പോകുന്നത്. നിർമ്മാണമല്ല, മൊത്തത്തിൽ നിർമ്മിച്ചെടുക്കും. മനസ്സിലായിക്കോളും. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? മനസ്സിന് ധൈര്യമില്ലേ? എണ്ണത്തുണിയൊക്കെ കിടത്തി ശീർഷാസനത്തിൽ നിർത്തി മർമ്മാണ പ്രയോഗം. അത് വരിഞ്ഞു മുറുകുന്നത് പോലെയൊക്കെ തോന്നും. എല്ലാം ഇരിക്കാൻ പറ്റും. തലമുട്ടി നിൽക്കാൻ മരുന്നുകളെല്ലാം ഉണ്ട്. മരുന്നുകൾ കഴിക്കുകയും വേണം. ചമ്പ്രം പൂട്ടിരുന്നാ മതി. ആയിക്കോട്ടെ, എല്ലാം കൂടെ കിടക്കാം.
എന്റെ കല്യാണം മുടങ്ങി. ദ്രോഹികളെ. അയ്യോ, ഞാൻ സദ്യക്ക് കൊടുത്ത പൈസയും പോയേ. ബസ് സ്റ്റോപ്പിൽ വരെങ്കിലും എടുത്തോണ്ട് പോടാ. ഔഷധം ഉണ്ട് കേട്ടോ, കഴിച്ചിട്ട് പോയാ മതി. കുറച്ച് കൊണ്ടുപോകാനും തന്നു വിടാം. എന്തുവാ ഇത്? അയ്യോ, കീറിയതായിരുന്നോ? കീറിയതായിരുന്നു, കണ്ടിട്ട് മനസ്സിലായില്ലയോ? അമ്മ ഭയങ്കര തിരക്കല്ലായിരുന്നു, അതിന്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല. എടി, നിന്നെ വിശ്വസിച്ചാണ് റിസപ്ഷനിൽ നിന്നെ ഇരുത്തിയേക്കുന്നത്. പൈസയുടെ കാര്യങ്ങൾ മൊത്തം എനിക്ക് ഡീൽ ചെയ്യാൻ അറിയാൻ വേണ്ടിട്ടല്ല, തലവേദനയാ, അതുകൊണ്ടാ. ഞാൻ പറഞ്ഞേക്കാം, നോക്കിയും കണ്ടു എടുത്തോണോ ഇനി. ഇല്ലെങ്കിലേ ചെറുക്കനെ കൂടെ ഞാൻ വേറെ കെട്ടിക്കും. ഓക്കെ അല്ലേടാ? എന്നിട്ട് അവളെ ആ കൗണ്ടർ ഇരുത്തും. അമ്മ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതാരടാ? മാമുക്കോയോ? അല്ല, ഇതാ സായിപ്പ് വന്നില്ലേ, അവരിതാ തന്നത്. മാമുക്കോയോ? ഇത് അവിടുത്തെ ഡോളറാ. ഇത് ഡോളറോ? പൈസ വാങ്ങിക്കാൻ ഞാൻ എന്താ? ഡോളർ വേണ്ടെന്ന് പറയാൻ ഞാൻ എന്താ? അല്ലമ്മ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടും. എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വില, നമ്മുടെ ഈ പൈസക്കാട്ടിലും വിലയുണ്ട്. പിന്നെ ഞാൻ ഇനി എക്സ്ചേഞ്ച് ചെയ്യാൻ നടക്കുക. വേണ്ട, പോ, കളയില്ലമ്മേ, നല്ല വില കിട്ടുന്ന. നല്ല വിലയാ? നമ്മളെടുത്തോ. താങ്ക് യു. അതേതാ? ഓ, കുറേ കളക്ഷൻ ഉണ്ട് മക്കളെ, കുറേ കളക്ഷൻ ഉണ്ട്. ഇന്ന് തന്നെ 20,000 രൂപ. ഒരു ദിവസത്തെ നമ്മുടെ സമ്പാദ്യം 20,000 രൂപ. അപ്പം ഒരു മാസമാകുമ്പം 6 ലക്ഷം രൂപ. 10 മാസമാകുമ്പോൾ 60 ലക്ഷം രൂപ. നമ്മളങ്ങ് സമ്പാദിക്കുക. അയ്യോ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇവൻ തരാനുള്ള 22 ലക്ഷം രൂപ കുറച്ചാലും നമുക്ക് ലാഭമാ. പോരാ, വളരണം, വളർന്നേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഇരട്ടി നമുക്ക് സമ്പാദിക്കണം. അതിന് ഇവൻ്റെ ഈ ഞൊട്ടടിയിൽ മാത്രം പോരാ, മരുന്ന് കൊടുക്കണേടാ. നീ മരുന്നൂടെ. മരുന്നാ? മോൻ വിഷമിക്കണ്ട, അമ്മ ഉണ്ടാക്കി തരാം. എന്റെ അമ്മച്ചി, ഞാൻ ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കല്ലേ. കഴിച്ചിട്ട് എല്ലാം കൂടെ വന്നിട്ട് നെഞ്ചത്തൊരു പൊങ്കാലിടാനാ? ഒന്നുമില്ല, കണ്ട ഫാസ്റ്റ് ഫുഡ് എല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ടല്ലേ ഓമാർ ഇങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെ തിന്നിട്ട് ചാവാത്തവന്മാരെ കുറച്ച് പച്ചില എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് കുടിച്ചാലൊന്നും ചാവാൻ പോകുന്നില്ല. നീ അതോർത്ത് പേടിക്കണ്ട. അഥവാ എന്തെങ്കിലും പറ്റുമെന്നെങ്കിൽ കേസിന്റെ കാര്യമില്ലയോ, കുറച്ച് പൈസ കയ്യിൽ കിട്ടും. മക്കൾ പേടിക്കണ്ട, അമ്മ മോനെ ജയിലിൽ നിന്ന് ഇറക്കിക്കോളാം. അല്ലമ്മേ, നമ്മൾ പച്ചമരുന്ന് ഇവിടെ ഉണ്ടാക്കണത് പുറത്തുനിന്ന് മേടിക്കണോ? പുറത്തുനിന്ന് വാങ്ങി നിനക്ക് തന്നു കൊടുക്കുമോ പൈസ? ഞാൻ ഉണ്ടാക്കും, എനിക്ക് ഭയങ്കര കൈപ്പുണ്യമാ. അല്ലേ? അപ്പോൾ മരുന്നുണ്ടാക്കും, നമ്മൾ രക്ഷപ്പെടും. നിന്റെ ആയിരിക്കണം, ഞാൻ എക്സ്ചേഞ്ച് ചെയ്തോളാം കേട്ടോ. പറഞ്ഞത് നന്നായി. മോളെ, കുറച്ച് പച്ചിലകളെല്ലാം പറിച്ചേ. നമുക്കേ കുറച്ച് മരുന്നൊക്കെ ഇടിച്ച് പിഴിഞ്ഞങ്ങോട്ട് ഉണ്ടാക്കാം. ഇപ്പം തന്നെ? ഇപ്പം പോണം. എന്തിലേക്ക് വേണം? കണ്ണി കണ്ടതെല്ലാം വലിച്ചു പറിച്ചിങ് എടുക്കും. എന്താന്ന് വെച്ചാൽ ഇടിച്ച് പിഴിഞ്ഞാൽ കൊടുക്കാം. കമ്മ്യൂണിസ്റ്റ് വച്ചാ എന്തേലും ആട്ടെ. മോനെ, ഇരിക്കത്തില്ല. എന്റെ പൊന്ന് തമ്പുരാൻ, ഈ തള്ളയും മൂളും കൂടെ എന്നെ ജയിലിൽ കയറ്റി ഇറങ്ങത്തുള്ളൂ. എന്റെ ചട്ടി. ഇരിപ്പുണ്ടായിരുന്നോ? ഓ, പുഴുത്തതാ, സാരമില്ല, പുഴു നല്ലതാ, ഓർഗാനിക്. അമ്മേ, ഇത് കിട്ടിയോ? ഇതെന്ത് പടി ഇത്? മരുന്നുണ്ടാക്കാനെന്നാ പറഞ്ഞ, അല്ലാതെ എനിക്ക് വായിക്കരി ഇടാനെന്നല്ല. കൊണ്ടുപോ. ചീനിയല്ല, ചീനി പുഴു. പുഴു കുഴപ്പമില്ല, നല്ലതാ. റംബൂട്ടാൻ്റെ എടുക്കാം, നല്ലതല്ലേ? ഇതെല്ലാം എടുക്കാം. ഇത് വേണം. ഇതേ നാക്ക് പഠിക്കാൻ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കാം. മോളൊരു കാര്യം ചെയ്, അവിടെ 2 വർഷം പഴക്കമുള്ള പാരസിറ്റമോളിന്റെ ഗുളിക ആ മേലെ തട്ടിരിപ്പുണ്ട്, അതിങ്ങെടുത്തുണ്ടോ. കളയാൻ വെച്ചിരുന്ന കളയണ്ട.
ഫോണിലൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാ, കളയണ്ട മോളെ. ഒരു സാധനങ്ങളും നമ്മൾ കളയരുത്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ളതാ. ചെന്നാട്ടെ. അയ്യോ, ആ പാറ്റ കുടിയും കൂടി എടുത്തേരെ. ഫെവിക്കോൾ കട്ടിയായോ? ആ, കുഴപ്പമില്ല. ആഹാ, ഓ മോളെ ഒന്ന് രുചിച്ചു നോക്കി, ഇങ്ങോട്ട് വന്നേ. ഓ കഴിഞ്ഞോ മോളെ? ആ കഴിഞ്ഞു. സൂപ്പർ അല്ലേ? ആ പോയി വാങ്ങി, അല്ലെങ്കിൽ ചത്തുപോകും. నమస్కారం అండి. നമസ്കാരം. నమస్కారం అండి. కోతిలా అండి, నేను వచ్చేసాను. ఎందుకండి అంగ దేవరకద్ర డిస్టిక్లో అలా మహబూబ్ నగర్లో హైదరాబాద్ నుంచి అక్కడ ఒక కోవిల్ చూసిండండి. ఆయన గుళ్ళకి వచ్చిందండి. മനസ്സിലായില്ലയോ? മനസ്സിലായില്ല. ദേവർകൗട എന്ന് പറയുന്ന ഉൾഗ്രാമത്തിലെ രാജാവാണ് ഇദ്ദേഹം. താങ്കളുടെ പ്രശസ്തി അറിഞ്ഞിട്ട് വന്നതാ നേരിട്ട് കാണാനായിട്ട്. എൻ്റെ అంటే ఇక్కడ చూడండి, అక్కడ వచ్చింది ఎందుకంటే ఎవరు చెప్పాయి సీమ కటగలాడి కజ్జు కట్టి నాట్యం ఆడుతుందో അവർ ఎన్నర్ చేసి కదటి వారి కళ్ళు రక్తం వరుస్తుందండి. అక్కడ వచ్చినంటే ఇంకా లోపలికి అంటే అరకి కీంకలే എന്താ മൊത്തം പോയിട്ടുണ്ട്. അത് വന്നിട്ടുള്ള കോത്തിലും അങ്ങ് വത്തലുകണ്ടേ. ആ ഉൾഗ്രാമത്തിലെ ആളുകൾക്ക് അരയ്ക്ക് തീപോട്ട് തളർന്നുപോയി. മനസ്സിലായില്ലേ? തളർന്നുപോയി. അപ്പം അങ്ങേപ്പോലുള്ള ഒരാൾ അവിടെ അവതരിക്കാൻ സമയമായി. കൃഷ്ണശൃംഗം വന്നില്ലേ, അതുപോലെ വരണമെന്നാണ് രാജാവ് പറഞ്ഞത്. ഞാനോ? അവതരിക്കാൻ മിടുക്കനാവൻ. అవతరిക്കാൻ మిടുకనాను. అవతరిക്കാൻ అంటే వచ్చినప్పుడు అమ్మ ఇక్కడ చూడండి, ఇక్కడ నేను వస్తున్నప్పుడు ఇంకా కోతులు ఇంకా విషయం ఏంటండి, అందువల్ల ఎక్కలు వస్తా అంటే ఏళ్ళు వాడుకు ఎందుకు మంచి చేసానండి. ഞങ്ങളുടെ സങ്കടം തീർക്കാൻ അവിടെ സ്വാമി വരണം എന്നാണ് പറഞ്ഞത്. അതിനുള്ള കാര്യങ്ങളൊക്കെ രാജാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ കോവിലിന്റെ കാര്യം പറയാം, സമയമായി. అంటే నేను చెప్పానండి అక్కడ మనసులాగానండి నా వందండి ఇంకా కోవిల్ శాస్త్రి ఇంకా చూడండి అంటే నిలబడికండి ఇంకా వస్తున్నప్పుడు అక్కడ ఇంకా కావాలండి నాకు అండి కావాలంటే కావాలని అక్కడ వచ్చినట్లే అంటే భక్తులకు మొత్తం అందరికీ ఉన్నదండి అది సోదరికనే అని చెప్పింది. അത് പറഞ്ഞൊന്നും വേറൊന്നുമല്ല, അങ്ങേക്ക് ഇതിലും വലിയൊരു ഭാഗ്യം വരാനില്ല. താങ്കൾക്ക് വേണ്ടി ഒരു കോവിൽ അവിടെ പണിത് കഴുതും രാജാവ്. എനിക്കോ? അതെ. എന്തിന്? അങ്ങയുടെ കാവാലണ്ടി അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ. അല്ല, നിങ്ങൾ എന്തൊക്കെ പറയുന്നു? എനിക്ക് നിങ്ങൾ അയ്യോ, കാവാലണ്ടിയുടെ കാര്യം അമ്മച്ചി പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞില്ല. അതൊക്കെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും, അതുകൊണ്ട് പറഞ്ഞില്ല. എന്റെ പൊന്നു, നിങ്ങൾക്ക് എന്തിനു നോക്കാൻ എനിക്ക് അറിയാൻ പറ്റി ചോദിക്കുക. എടാ മരുമോനെ, നിന്നെ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ലേ നിന്റെ കാവാലണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി പ്രതിഷ്ഠിക്ക്, അവര് കാണട്ടെ. అమ్మా నేను చెప్పానంటే వేరే వాడికి తొలగిలా మర్చిపోయినామ్మా. నేను చెప్పేదానికి ఏ వాడుకు అక్కడ కావాలంటే ఇంకా వాడికి అక్కడ ప్రతిష్ఠ కావాలంటే నాకు తీసుకున్నాడేమో. అప్పుడు కావాలండి కావాలంటే కాదప్పా నాకు తీసుకున్నాను. కావాలంటే అంటే తీసుకున్నాను. తీసుకున్నాను అమ్మ, తీసుకున్నాను చేస్తాడు. అమ్మ నేను చెప్పిన నేను గుర్తుపోగలుగుతున్నా అమ్మ. నాకు మర్చిపోయిన చెప్పగలిగే వాడికి எனக்கு கிராமத்தில் அங்கே அர்ஜென்ட்டுగా కావాలండి అమ్మ. అరే அங்கே కోతులు దేవతలకో కోతులు వర్గங்களுకో எனக்கு తీసుకెళ్ళగలిగే చెప్పాను అమ్మ. ఎవరి పేరు చెప్పడానికి సీమ కడకలాడగలిగే కోతులకు మిగిలిన అమ్మ అండి అమ్మ కాదు ఇదిగా చెప్పింది అదే పోదాం అమ్మ. చదవండి అక్కడికి వాడుకో సెట్ చేసుకున్నామ్మా. తీసుకున్నాను. അപ്പോൾ తీసుకున్నాను എന്തായാലും വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ദുരിതത്തിലാണ് കഴിയുന്നത്. അപ്പോൾ സ്വാമി അവതരിച്ചാലും കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ തേസ്കലാണ് ചെസ്കലാണ് എന്നാ. അയ്യോ, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ചെറുക്കൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ചോദിച്ചു നോക്കാം. బాబు చెప్పొద్దు కానీ నాకులకి తీసుకున్నా బాబు. చెప్పండి. എങ്ങനെയെങ്കിലും താങ്കൾ വന്നേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ കണ്ണീർ ഒപ്പണം വന്നിട്ട്. ഞാൻ വന്നിട്ട് എന്ത് കാണിക്കാനാ? ഞങ്ങളുടെ చేసుకున్నాను വന്നിട്ട് കാണണം ഒപ്പി തരണം. എന്നാ പിന്നെ വന്നങ്ങ് എടുക്ക്.
బాబు బాబు చెప్పొద్దు బాబు అంక కోతిలో కోతి దైవగొలకొలక బాబు నేను చెప్పాను అంక గుర్తుపెట్టుకలకి కాదులుగా వచ్చి చదవండి అమ్మ అంక బాబుకులకు నిలబడమ్మా నిలబడికి చెప్పండి ఇలా కోతులు కమ్మిగానమ్మా എടാ കാവാലണ്ടി తీసుకున్నాണി നിങ്ങൾ നിർത്ത് ഞാൻ പറയാം എടാ മർമാണി നിന്നെ 2.5 കോടി രൂപയ്ക്ക് ഞാൻ വിറ്റു. ആന്ധ്രാപ്രദേശിലെ ഒരു ഉൾഗ്രാമത്തിലെ രാജാവും ഭടനും ഇത് ഇവർ രണ്ടും വന്നേക്ക് നിന്നെ കൊണ്ടുപോകാനാ. നീ അവിടെ ചെന്ന് ജീവിതകാലം അവിടുത്തെ മർമാണിയായിട്ട് അവിടുത്തെ ആൾക്കാരെ ശുശ്രൂഷിച്ച് നടക്കുക. നിന്റെ അടുത്ത് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ആ പൈസയും കുറച്ച് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. നിനക്കൊരു കോവിലും കെട്ടിത്തരും. എന്തുവാന്ന് വെച്ചാൽ നീ അവിടെ കിടന്ന് കാണിക്കോ, എന്തുവെന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ എൻ്റെ മോളെ വേറെ കെട്ടിച്ചു വിടും. നീ ഇവിടുന്ന് ഇറങ്ങി പോക്കോ. അതെ, പോകുന്നതിന് മുന്നേ പ്ലാസ്റ്റിക് കുപ്പി പറക്കാൻ മറക്കരുത്. അങ്ങനെ ఏం చెప్పండమ్మా ఎప్పుడు చెప్పండి ഇനി മുതൽ നീയേ പാലിന്റെ മർമാണിയാ, പാലിന്റെ മർമാണി. అరే పొడుస్తున్న పొట్టు వేడి నడుస్తున్న కాలమా